ഹായ് ഡിയേഴ്സ്, നല്ലൊരു ക്യാരറ്റ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വയ്ക്കാം. ഒരു പാത്രം സ്റ്റൗ വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കാരമലൈസ് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് നന്നായിട്ട് അലിഞ്ഞ് ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലാക്കണം. അതിന് ശേഷം അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും തട്ടിയിട്ട് നന്നായിട്ട് ഇളക്കി വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമുക്ക് അത് മാറ്റി വയ്ക്കാം. തീ ഓഫാക്കി മാറ്റി വയ്ക്കാം. പിന്നീട് നമുക്ക് വേണ്ടത് 4 മുട്ട ബീറ്റ് ചെയ്യണം. അതിനുവേണ്ടി 4 മുട്ട എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അതിനകത്ത് ചേർക്കേണ്ടത് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ഒരു പട്ടയും ഒരു ഗ്രാമ്പും ചേർത്ത് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം നമ്മൾ ഈ മുട്ടയുടെ കൂടെ കുറേശ്ശെ ഇട്ട്, അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നത് കേട്ടോ, ഷുഗറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കാം. ഒരു അരിപ്പയിലോട്ട് 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ് ചേർത്ത് നമുക്ക് അരിച്ചെടുക്കാം. 3 പ്രാവശ്യം അരിച്ചെടുക്കണം. എപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കിയാലും അത് 3 പ്രാവശ്യം അരിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത മുട്ടയിലേക്ക് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടിട്ട് ഇങ്ങനെ ഇളക്കരുത്. സൈഡിൽ ഇങ്ങനെ നമ്മൾ കറക്കി ഇങ്ങനെ ഹോൾഡ് ചെയ്തെടുക്കണം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ബട്ടർ മിൽക്കും കൂടെ അതിനകത്ത് ചേർക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്യാരറ്റ് കുറേശ്ശെയായിട്ട് അതിൽ ചേർത്ത് അതും കൂടെ നന്നായി മിക്സ് ആക്കണം. പിന്നീട് നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഞാനിവിടെ കുറച്ച് കറുത്ത മുന്തിരിയും കുറച്ച് കാഷ്യൂ നട്ട്സുമാണ് ഞാൻ ചേർക്കുന്നത്. അത് മൈദക്കകത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. നന്നായിട്ട് അതും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു കേക്കിൻ്റെ മോൾഡിലോട്ട് ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കുകയോ അല്ലാതെ നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയോ ചെയ്യാം. അടിപൊളി ക്യാരറ്റ് കേക്കാണ് കേട്ടോ. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു. നല്ല ടേസ്റ്റ് ആട്ടോ.